നമസ്കാരം. തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആക്ച്വലി വളരെയധികം സന്തോഷത്തിലാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനും നമ്മുടെ നിതിനും പ്രശോഭവും ഒക്കെ കൂടി ഈ ഒരു തിയേറ്റർ ബാൽക്കണി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലായിട്ട് ഓടാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളമായി. അതായത് നമ്മളാണ് എൻ്റെ ഒരു അറിവിൽ എക്സ്ക്ലൂസീവായിട്ട് തിയേറ്ററുകളുടെ വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ചാനൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മറ്റ് ജോലികളുടെ ഇടയിലൊക്കെ സമയം ഉണ്ടാക്കിയിട്ടാണ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഓടുന്നത്. കുറേയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറേയധികം പൈസ ഇതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിനൊക്കെയുള്ളൊരു പ്രതിഫലം എന്നുള്ള രീതിയിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു ചെറിയ റവന്യൂ ലഭിച്ചിരിക്കുകയാണ് കേട്ടോ. വലിയ തുകയൊന്നുമല്ല, ഒരു എന്താ പറയുക, ഒരു 4 അക്ക സംഖ്യ, അതായത് ഒരു 10,000-ൽ താഴെയുള്ളൊരു തുകയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ആ ഒരു തുകയുടെ വലിപ്പത്തിലല്ല, ഞങ്ങൾ വളരെയധികം സന്തോഷമാണ്. കാരണം ഞങ്ങൾക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമാണത്. അതുപോലെ തന്നെ പല നാടുകളിലുള്ള ധാരാളം സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വലിയൊരു നന്ദി പറയാനുള്ളത് നിങ്ങളോടാണ്. നിങ്ങൾ തന്ന ആ ഒരു സപ്പോർട്ടും ആ ഒരു പിന്തുണയുമാണ് ഞങ്ങൾക്ക് ഓരോ വീഡിയോയും ഇടാനായിട്ടുള്ള ഒരു പ്രേരണയായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഈ കിട്ടിയ ആ ഒരു ചെറിയ വരുമാനത്തിൽ നിന്ന് അതിൽ നിന്ന് ഞങ്ങൾക്ക് പറ്റുന്ന കുറച്ച് സഹായങ്ങൾ ഞങ്ങൾ നമ്മുടെ പാലക്കാട് ജില്ലയിൽ തേങ്കുറിശ്ശിക്ക് അടുത്തുള്ള മഹാത്മാ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ആ ഒരു മുറ്റത്ത് നിന്നിട്ടാണ് ഈ ഒരു സന്തോഷ വാർത്ത ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നൽകിയ ആ ഒരു പിന്തുണയ്ക്കും സപ്പോർട്ടിനും ഒക്കെ വലിയൊരു നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. തുടർന്നും ഈ ഒരു പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. കേരളത്തിൽ നിന്നല്ല, ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഗ്രാമമാണ് നമ്മുടെ കൊല്ലങ്കോട്. പാലക്കാട് ജില്ലയിലെ ആ ഒരു കൊല്ലങ്കോടിലുള്ള അതിമനോഹരമായ ഒരു തിയേറ്ററാണ് കൊല്ലങ്കോട് തങ്കരാജ് തങ്കം തിയേറ്റർ. അപ്പോൾ കൊല്ലങ്കോടിൻ്റെ സ്വന്തം തങ്കരാജ് തങ്കം തിയേറ്ററുകളുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് തിയേറ്റർ ബാൽക്കണി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ നമ്മള് കൊല്ലങ്കോട് തങ്കരാജ് തങ്കം തിയേറ്ററിന്റെ ആ ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. എന്റെ പിന്നിലായിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു കഫ്റ്റീരിയ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു പഴയ TVSന്റെ ആ ഒരു സ്കൂട്ടർ ഉണ്ട്. അപ്പോൾ ആകെ മൊത്തം ഒരു നൊസ്റ്റാൾജിയ തരുന്ന ഒരു തിയേറ്റർ ബിൽഡിംഗ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് ഇവിടുത്തെ ക്യാൻറ്റീൻ ആയിക്കോട്ടെ, വാഹനങ്ങളായിക്കോട്ടെ, ആളുകളായിക്കോട്ടെ, തിയേറ്ററിന്റെ ബിൽഡിംഗ് ആയിക്കോട്ടെ, അങ്ങനെ ആകെ മൊത്തം അടിമുടി ഒരു നൊസ്റ്റാൾജിയാണ്. കൊല്ലങ്കോട് ടൗണിൽ തന്നെ കൊല്ലങ്കോട് വലിയങ്ങാടിയിലാണ് നമ്മുടെ തങ്കരാജ് തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഈ തിയേറ്റർ നവീകരിച്ച് 2 സ്ക്രീൻ ആക്കിയെങ്കിലും ആ ഒരു പഴയ ബിൽഡിംഗ് സ്ട്രക്ചറിൽ തന്നെ തുടരുന്നു എന്നാണ് ഈ തിയേറ്ററിന്റെ ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. ഈ കാണുന്നതാണ് തിയേറ്ററിന്റെ ആ ഒരു പാർക്കിംഗ് ഏരിയ. അത്യാവശ്യം വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ തന്നെയാണ്. ഇന്റർലോക്ക് ഒക്കെ ഇട്ട് മനോഹരമായിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ പിന്നിലായിട്ട് നിങ്ങൾക്കൊരു നല്ല ഒരു തണല് തരുന്ന ഒരു ബദാമരം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തിയേറ്ററിന്റെ കോമ്പൗണ്ടിൽ അങ്ങിങ്ങായിട്ട് മാവും ആര്യവേപ്പും അങ്ങനെ പലതരം വൃക്ഷങ്ങളും ചെടികളും ഒക്കെ കാണാൻ സാധിക്കും. പിന്നെ ഇനി നമ്മൾ തിയേറ്ററിന്റെ ആ ഒരു ബിൽഡിങ്ങിന്റെ ലുക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന ചില തിയേറ്ററുകളുടെ ബിൽഡിങ്ങിനോട് വളരെയധികം സാദൃശ്യമുണ്ട്. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ബിന്ദു തിയേറ്ററിന്റെ ആ ഒരു ബിൽഡിങ്ങുമായിട്ടും ഈ ഒരു ബിൽഡിങ്ങിന് സാദൃശ്യമുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിന്റെ ലുക്ക് ആക്ച്വലി പറഞ്ഞ് പ്രതിഫലിപ്പിക്കണം എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് എവിടെയൊക്കെ കണ്ട ചില കൊട്ടാരങ്ങളുടെയൊക്കെ ആ ഒരു ഫ്രണ്ടേജിനോട് സാദൃശ്യമായ രീതിയിലാണ് ഏകദേശം അല്ലെങ്കിൽ ഏറെക്കുറെ ഇതിന്റെ ഫ്രണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ തിയേറ്ററിന്റെ ബിൽഡിങ് ഫുള്ളൊരു നീല പെയിന്റിംഗ് ആയിരുന്നു കേട്ടോ. അന്നൊക്കെ ഞാനും പ്രശ്നവും ഇതിനൊക്കെ പല യാത്രകളുമായിട്ട് ഇതിന്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ഈ തിയേറ്ററിന്റെ ബിൽഡിംഗ് അത്ര ഭംഗിയായിരുന്നു. ഇത് വെള്ള പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഭംഗിക്ക് അല്പം കുറവ് വന്നോന്നൊരു സംശയമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അപ്പം ഫ്രണ്ടിൽ വൈറ്റ് പെയിന്റ് ആണെങ്കിലും തിയേറ്ററിന്റെ സൈഡിലേക്ക്, അതായത് 2 വരാന്തകളുണ്ട്, ആ വരാന്തയൊക്കെ ഇപ്പോഴും ആ ഒരു പഴയ നീല പെയിന്റിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ തങ്കരാജ് തിയേറ്ററിന്റെ ടിക്കറ്റ് കൗണ്ടർ. തങ്കം തിയേറ്ററിന്റെ ടിക്കറ്റ് കൗണ്ടർ തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. നമ്മുടെ ആ പഴയ മോഡലിൽ ഇങ്ങനെ ഗ്രില്ലൊക്കെ ഇട്ട് ലേഡീസിനും ജെന്റ്സിനും സെപ്പറേറ്റ് ചെയ്തൊരു ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടുത്തെ ബുക്കിംഗ് ആപ്പ് പാർട്ണർ എന്ന് പറയുന്നത് ടിക്കറ്റ് ന്യൂ അല്ലെങ്കിൽ Paytm ആണ്. അതുപോലെ തന്നെ ക്യാഷ് പേയ്മെന്റും UPI പേയ്മെന്റും അക്സെപ്റ്റ് ചെയ്യും. ടിക്കറ്റ് ചാർജ് വരുന്നത് 2 സ്ക്രീനുകളിലും 110 രൂപയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ടിക്കറ്റൊക്കെ മേടിച്ച് ആ ഒരു നൊസ്റ്റാൾജിയ തുളുമ്പുന്ന ഈ ഒരു കൗണ്ടറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നേരെ പഴയ രീതിയിൽ തിയേറ്ററിന്റെ വരാന്തയിലൂടെ നമുക്ക് ഹാളിന്റെ ഉള്ളിലേക്ക് കയറാം. കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യം സ്പ്ലിറ്റ് ചെയ്ത തിയേറ്റർ നമ്മുടെ ഈ കൊല്ലങ്കോട് തങ്കരാജ് തിയേറ്റർ ആയിരിക്കും. പക്ഷെ സ്പ്ലിറ്റ് ചെയ്തെങ്കിലും 2ാമത്തെ സ്ക്രീൻ പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല. പക്ഷെ ആ ഒരു പഴയ സ്ക്രീൻ, അതായത് പഴയ തങ്കരാജ് തിയേറ്റർ സ്ക്രീൻ 1 അതേപോലെ തന്നെ പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷം 2008 കാലഘട്ടത്തിൽ സ്ക്രീൻ 2 ഫംഗ്ഷനിങ് ആവുകയാണ് ചെയ്തത്. അങ്ങനെ തന്നെ സ്പ്ലിറ്റ് ചെയ്തു വന്ന 2ാമത്തെ സ്ക്രീനാണ് തങ്കം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. സ്ക്രീൻ 1 തങ്കരാജ്, സ്ക്രീൻ 2 തങ്കമാണ്. ഇപ്പൊ നമ്മൾ കയറാൻ പോകുന്നത് സ്ക്രീൻ 1 തങ്കരാജിന്റെ ഉള്ളിലേക്കാണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ തങ്കരാജ് തിയേറ്ററിൻ്റെ ആ ഒരു ഹാള്. നമ്മൾ പുറമേ നിന്ന് കണ്ട ആ പഴയ മോഡൽ ബെഞ്ചുകളും പഴയ കസേരകളൊക്കെ മാറ്റിയിട്ട് ഈ അടുത്ത് റിനോവേറ്റ് ചെയ്ത് നല്ല അടിപൊളി പുഷ് ബാക്ക് സീറ്റുകളും അതുപോലെ തന്നെ ഇൻറ്റീരിയറിലൊക്കെ മെയിൻ്റെനൻസ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഈ ഒരു ഹാളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇനി ഒരു ഹാളിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈൽസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു വൈറ്റ് അതുപോലെ തന്നെ ലൈറ്റ് ബ്രൗൺ കളറുള്ള ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡ് വാൾസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വുഡൻ ഇൻറ്റീരിയറും അതിന് മുകളിലേക്ക് വൈറ്റ് കളറുള്ള അക്വഷി വർക്കുകളും അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി എന്ന വണ്ണം മുകളിലേക്ക് ഒരു ബ്രൗൺ കളറുള്ള അക്വഷി വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലും ആ ഒരു ബ്രൗൺ കളറുള്ള അക്വഷി വർക്കുകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ റെഡ് ബ്ലൂ ഈ രണ്ട് കളറിലുള്ള സ്പോട്ട് ലൈറ്റുകളും നമുക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 297 പുഷ് ബാക്ക് സീറ്റുകളാണുള്ളത്. എല്ലാ സീറ്റുകൾക്കും 110 രൂപയാണ് ടിക്കറ്റ് ചാർജ് ഉള്ളത്. വളരെ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സീറ്റുകളാണ്. നമ്മൾ സാധാരണ മൾട്ടിപ്ലക്സിലൊക്കെ കാണുന്ന ആ ഒരു മോഡലുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹാളിൽ ഈ ഒരു ഒറ്റ ക്ലാസ് മാത്രമേ ഉള്ളൂ. തേർഡ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് അല്ലെങ്കിൽ സോഫ സീറ്റ്സ്, റിക്ലൈനർ സീറ്റ് അങ്ങനെയുള്ള വേറെ മോഡൽ സീറ്റുകളൊന്നുമില്ല. ഈ ഒരു ഒറ്റ മോഡൽ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ മുന്നിലായിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഗ്രില്ല് കാണാൻ സാധിക്കും. ഇതെന്താണെന്ന് വെച്ചാൽ തിയേറ്റർ റിനോവേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ മൾട്ടിപ്ലക്സിലൊക്കെ കാണുന്ന രീതിയിൽ അടിയിൽ നിന്ന് ഒരു എൻട്രൻസ് കൊടുക്കാനായിട്ട് ഒരു പ്ലാൻ ചെയ്തിരുന്നു. പിന്നീട് അത് അങ്ങനെ ചെയ്തില്ല, പകരം രണ്ട് സൈഡിൽ നിന്ന് എൻട്രൻസ് ഉള്ളതുകൊണ്ട് അപ്പോൾ അതൊരു ബോക്സ് ആയിട്ട് ഇവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിലൊരു ഗ്രീൻ മാറ്റും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഹാളിൻ്റെ ഏറ്റവും പിന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം, ഈ ഒരു ഹാളിൻ്റെ ഹൈറ്റാണ്. അതായത് എനിക്ക് ശരിക്കും ചാടി വേണമെങ്കിൽ ഈ ഹാളിൻ്റെ ടോപ്പിൽ തൊടാൻ സാധിക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ പഴയ ആ ഒരു തിയേറ്ററിനെ ഇവർ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കിയ ശേഷം ഗാലറി ടൈപ്പിലുള്ള അല്ലെങ്കിൽ സ്റ്റേഡിയം ടൈപ്പിലുള്ള ആ ഒരു സീറ്റിങ്ങിലേക്ക് മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ഈ ഒരു സീറ്റിംഗ് ഇപ്പം നിൽക്കുന്നത്, അപ്പോൾ ആ ഒരു ഇൻറ്റീരിയർ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് ഇത്ര അടിപൊളിയാക്കി മാറ്റിയത് ശരിക്കും വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആ ഒരു പ്രൊജക്ഷൻ്റെ ആ ഒരു ഹോള് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പീക്കറുകളും നമുക്ക് കാണാൻ സാധിക്കും. ബാക്കി സ്ക്രീനിൻ്റെയും പ്രൊജക്ടറിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഞാൻ നേരെ മുന്നിലെത്തിയിട്ട് പറയാം. ഇപ്പോൾ എൻ്റെ പിന്നിലായിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ആ ഒരു സിൽവർ സ്ക്രീൻ കാണാൻ സാധിക്കും. നമ്മൾ സാധാരണ പറയാറുള്ള രീതിയിൽ അത്ര കൂറ്റൻ സ്ക്രീൻ അല്ല. അതായത് രണ്ട് ഭിത്തിയിൽ നിന്നും ഏകദേശം 6 അടിയോളം വിട്ടിട്ടാണ് സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹാളിൻ്റെ ഹൈറ്റിലുള്ള പരിമിതി ഞാൻ ഓൾറെഡി മുന്നേ തന്നെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഒരു പരിധി വിട്ട് വലിയ സ്ക്രീൻ സെറ്റ് ചെയ്യാനായിട്ടുള്ള കുറേ പരിമിതികൾ ഈ ഹാളിനുണ്ട്. അപ്പോൾ ഏകദേശം 18 അടി ഹൈറ്റും അതുപോലെ തന്നെ 36 അടി വീതിയുമുള്ള ഒരു സിൽവർ സ്ക്രീനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയിലൊരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മൾ തിയേറ്ററിൽ കാണുന്നതിന് വ്യത്യസ്തമായിട്ട് ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, ഈ ഒരു ഹൈറ്റ് വരെ സീറ്റിങ്ങും അതിന് താഴേക്ക് ഏകദേശം ഒരു 4 അടി താത്തിയിട്ടാണ് ഇവിടുത്തെ ഒരു സ്റ്റേജിലേക്കുള്ള ഏരിയ കൊടുത്തിരിക്കുന്നത്. അവിടെ സീറ്റുകളൊന്നും ഇട്ടിട്ടില്ല. എന്നിട്ടാണ് വീണ്ടും സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പഴയ രീതിയിലുള്ള വർക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സാധാരണ അങ്ങനെ കാണാത്ത രീതിയിലുള്ള ഒരു വേവ് ഷേപ്പിലുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 സബ് വൂഫറുകൾ ഈ ഒരു സ്ക്രീനിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹാളിൻ്റെ ടെക്നിക്കൽ സ്പെക്സ് ഒക്കെ നമുക്ക് ഇവിടുത്തെ പ്രൊജക്ഷൻ റൂമിൽ പോയിട്ട് പറയാം. അപ്പോൾ ഇതാണ് തങ്കരാജ് തിയേറ്ററിൻ്റെ പ്രൊജക്ഷൻ റൂം. 2K പ്രൊജക്ഷനാണ്. NECയുടെ 1000 എന്ന മോഡൽ പ്രൊജക്ടറാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ സൗണ്ടിലേക്ക് വരികയാണെങ്കിൽ ഡോൾബി 7.1 സൗണ്ട് സിസ്റ്റമാണ്. USLൻ്റെ JSD 60 എന്ന മോഡൽ പ്രോസസ്സറും QSCയുടെ ആംപ്ലിഫയറുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ കണ്ടന്റ് പ്രൊവൈഡർ എന്ന് പറയുന്നത് ക്യൂബാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കുഞ്ഞൻ പ്രൊജക്ടർ റൂമിൻ്റെ വിശേഷങ്ങൾ. നമുക്കിവിടെ നിന്ന് നേരെ ഇവിടുത്തെ രണ്ടാമത്തെ സ്ക്രീനായ അതായത് തങ്കം തിയേറ്ററിലേക്ക് പോകാം. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ തങ്കരാജിലേക്കാണെങ്കിലും ഇനി തങ്കത്തിലേക്കാണെങ്കിലും നമ്മൾ കയറി പോകേണ്ടത് ഇങ്ങനെ സൈഡിലുള്ള വരാന്തകളിലൂടെയാണ്. അപ്പോൾ അങ്ങനെ പോയ വഴിക്കാണ് നമ്മൾ ഇവിടുത്തെ ഒരു പഴയ ടിക്കറ്റ് കൗണ്ടർ കണ്ടത് കേട്ടോ. ആ പണ്ട് ഇവിടെ 4 ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നു. ലേഡീസിന് സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് അങ്ങനെയൊക്കെ 4 ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നു. അതിലൊരു പഴയ ടിക്കറ്റ് കൗണ്ടറാണിത്. ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പണ്ടത്തെ തിയേറ്ററിലൊക്കെ കയറുമ്പോൾ ആ ഒരു ചെറിയ എൻട്രൻസ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതിൽ കയറാണ്ട് ഇങ്ങനെ വീതി കുറഞ്ഞ അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞ ഒരാൾക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡോർ കൂടി ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഡോർ ഇവിടെ ഇപ്പോഴും ഉണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു തിയേറ്ററിന്റെ ഒരു വരാന്തയിലേക്ക് കയറുന്നത്. അപ്പോൾ ആ ഒരു ഇടുങ്ങിയ വാതിലൊഴി ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഈ ഒരു വരാന്തയിലാണ് നമ്മൾ എത്തുന്നത്. ആക്ച്വലി ഇപ്പോഴത്തെ തിയേറ്ററുകളിലൊക്കെ ഇത്തരം വരാന്തകളില്ല. ഇനി വരാന്തകളുള്ള തിയേറ്റർ ആണെങ്കിൽ അതൊക്കെ സൈഡൊക്കെ മറച്ച് വേറെ രീതിയിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വരാന്തയിൽ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ കണ്ടു കേട്ടോ. ഇതുണ്ടോ, വേസ്റ്റ് ഇടാനായിട്ടുള്ള സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കട്ട കൊണ്ടൊക്കെ കെട്ടി ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ശരിക്കും നമ്മൾ തമിഴ്നാട്ടിലെ തിയേറ്ററുകളിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ വെള്ളം എടുക്കാനുള്ള ചെറിയൊരു ടാങ്ക് അതും കട്ട കൊണ്ട് കെട്ടിയത് നമുക്ക് ഈ ഒരു വരാന്തയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എൻ്റെ പിന്നിൽ കാണാമല്ലോ, ഈ ഒരു എൻട്രൻസിലൂടെയാണ് നമ്മൾ തങ്കം തിയേറ്ററിലേക്ക് കയറുന്നത്. അതായത് ഇവിടുത്തെ സ്ക്രീൻ 2ലേക്ക് കയറുന്നത്. അതോടൊപ്പം തന്നെ പുറത്ത് കണ്ടപോലെ തന്നെ ഒരു കഫ്റ്റീരിയ ഇവിടെ എൻ്റെ പിന്നിലായിട്ടുണ്ട്. ഇതിവിടെ ഒരു ഇന്റർവെൽ ടൈമിൽ മാത്രം ഈ ഒരു കഫ്റ്റീരിയം ഇവർ തുറക്കുന്നതായിരിക്കും. പിന്നെ ലേഡീസ് ടോയ്ലറ്റ് തിയേറ്ററിന്റെ മറുവശത്താണ്. അതുപോലെ ഇവിടുത്തെ ജെൻസ് ടോയ്ലറ്റിനുണ്ട് ഒരു പ്രത്യേകത, അത് വെളിയിലാണ്. നമ്മൾ പണ്ടത്തെ തിയേറ്ററിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു മോഡലില് പഴയ മോഡലിലെ ഒരു ടോയ്ലറ്റ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇവിടുത്തെ തങ്കം തിയേറ്ററിന്റെ ഹാളിൽ കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമ്മളിതാ സ്ക്രീൻ 1ൽ നിന്ന് നേരെ
തങ്കം തിയേറ്റർ, അതായത് ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിലെ രണ്ടാമത്തെ സ്ക്രീനിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഒരു ഹാളിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഏകദേശം ഒരു 8 അടിയോളം ഹൈറ്റിൽ ഒരു വുഡൻ ഇൻറ്റീരിയറും അതിന് മുകളിലേക്ക് ഒരു ഡാർക്ക് ഗ്രേ കളറിലുള്ള അക്വസ്റ്റിക് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടോപ്പിലും അക്വസ്റ്റിക് വർക്കുകൾ ആ ഒരു ഡാർക്ക് ഗ്രേ കളർ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ ചെറിയ ഡിസൈനുകളും കൊടുത്തിട്ടുണ്ട്. ഇനി സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാളിൽ 137 സീറ്റുകളാണുള്ളത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള പുഷ് ബാക്ക് സീറ്റുകളാണ്. കപ്പ് ഹോൾഡർ ഇല്ലാത്ത അല്പം പഴയ മോഡൽ സീറ്റുകളാണ് കേട്ടോ. റെക്സിൻ കൊണ്ട് കവറൊക്കെ എഴുതിയിട്ട് നമുക്കൊരു നൊസ്റ്റാൾജിയ തരുന്ന മോഡൽ സീറ്റ് തന്നെയാണ്. അത്യാവശ്യം ഇരിക്കാൻ നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റുകളാണ്. നല്ല റിക്ലൈൻ ആയിട്ടാണ് ഇരിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സീറ്റുകളുടെ ഒരു ലെഗ് സ്പേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ലെഗ് സ്പേസ് ഇട്ടുണ്ട് കേട്ടോ. കാല് നീട്ടി വെച്ചാൽ പോലും സീറ്റിൽ തട്ടില്ല. അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജ് വരുന്നത് 110 രൂപയാണ്. നമ്മൾ ആ ഒരു തങ്കരാജ് തിയേറ്റർ, അതായത് ഇവിടുത്തെ സ്ക്രീൻ 1 കണ്ട പോലെ തന്നെ ഈ ഒരു ഹാളിലും മറ്റ് റിക്ലൈനർ സീറ്റുകളോ സോഫ സീറ്റുകളോ ഒന്നുമില്ല. ഈ ഒരു ഒറ്റ മോഡൽ സീറ്റുകൾ തന്നെയാണ് ഉള്ളത്. ഇനി ഒരു സ്ക്രീനിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാളിന് അനുയോജ്യമായ രീതിയിൽ ഒരു വാൾ ടു വാൾ സ്ക്രീനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സിൽവർ സ്ക്രീനാണ്. ഏകദേശം ഒരു 24 അടി വീതിയും അതുപോലെ തന്നെ 12 അടിയോളം ഹൈറ്റുമുള്ള സ്ക്രീനാണ്. പിന്നെ അടുത്ത പ്രൊജക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ NECയുടെ 900 എന്ന മോഡൽ 2K പ്രൊജക്ടറും അതുപോലെ തന്നെ ഡോൾബി 7.1 സൗണ്ട് സിസ്റ്റമാണ്. 2 സബ് വൂഫറുകൾ ഈ ഒരു ഹാളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് സ്ക്രീനിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹാളാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സിംഗിൾ സ്ക്രീനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാമത്തെ സ്ക്രീനാക്കിയത്. ഏകദേശം 2000-2001 കാലഘട്ടത്തിൽ ആ ഒരു പഴയ തങ്കരാജ് തിയേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്തതായി ഒരു ഹാള് ഇങ്ങനെ മാറ്റിയിട്ടു. പക്ഷെ ഇത് പ്രവർത്തനം ആരംഭിച്ചത് വീണ്ടും കുറച്ചുകൂടി വർഷങ്ങൾ കഴിഞ്ഞത് 2008 കാലഘട്ടത്തിലൊക്കെയാണ്. അന്ന് ഇതൊരു നോൺ AC ഹാളായിട്ട് തന്നെയാണ് ഈ ഒരു ഹാളും പ്രവർത്തനം ആരംഭിച്ചത്. തങ്കം എന്നതിന് പേര് നൽകി. അതുപോലെ തന്നെ അനലോഗ് പ്രൊജക്ഷൻ ആയിരുന്നു 2008. അതിനുശേഷം ഡിജിറ്റൽ പ്രൊജക്ഷൻ ആവുകയും AC ആവുകയും ഇപ്പോൾ കാണുന്ന മോഡൽ പുഷ് ബാക്ക് സീറ്റുകളൊക്കെ വെക്കുകയും ചെയ്തു. നിങ്ങളുടെ അറിവിൽ ഇതുപോലെ സിംഗിൾ സ്ക്രീൻ സ്പ്ലിറ്റ് ചെയ്ത് ഒരു 2010 മുന്നേ തന്നെ 2 സ്ക്രീനാക്കുകയോ 3 സ്ക്രീനാക്കുകയോ ചെയ്ത തിയേറ്ററുകൾ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നമ്മൾ കൊല്ലങ്കോട് തങ്കരാജ് തിയേറ്ററിന്റെ ആ ഒരു ഓഫീസിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഈ ഒരു തിയേറ്റർ തുടങ്ങിയ കാലത്തുള്ള ആ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഇപ്പോഴും ഈ ഒരു ഓഫീസിൻ്റെത്. അപ്പോൾ എൻ്റെ കൂടെ ഇവിടുത്തെ ഈ ഒരു തിയേറ്ററിന്റെ ഓണർ ആയിട്ടുള്ള ശ്രീ രാമാനുജൻ സാർ ഉണ്ട്. സാർ നമസ്കാരം. സാറേ, ഈ തിയേറ്ററെ 1947 തുടങ്ങിയ ഒരു തിയേറ്റർ ആണല്ലേ? അതെ. അപ്പൊ ഇപ്പൊ ഏകദേശം 75 വർഷത്തിന് മുകളിൽ ഈ തിയേറ്ററിന് പഴക്കമുണ്ട്. അന്നുള്ള അതേ സ്ട്രക്ചറിൽ തന്നെയാണ് ഇന്നും ഈ തിയേറ്റർ നിൽക്കുന്നത്. എങ്ങനെയാണ് സാർ ഈ ഒരു തിയേറ്റർ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നത്? അതുപോലെ അതിന്റെ ഒരു നാൾവഴികൾ നമ്മുടെ ഒരു പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞുതരാമോ? അതായത് 1947 തിയേറ്റർ ആദ്യമായിട്ട് കമ്മീഷൻ ചെയ്തതെങ്കിലും അത് ബ്രാഹ്മിൻസ് ആയിരുന്നു ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ പറഞ്ഞ ഭൂ ഉടമകളായിട്ടുള്ള ആൾക്കാരാണ് ബ്രാഹ്മിൻസ്. അവർ വിദ്യാഭ്യാസമുള്ളവരാണ്. അങ്ങനെ അവർ ആദ്യത്തെ ഒരു കൊല്ലംകോട് ഒരു സിനിമാ തിയേറ്റർ വേണം എന്നുള്ളൊരു പ്രോജക്റ്റ് അവർ ആഗ്രഹിക്കുക. അതിൻ്റെ ബേസിൽ ഒരു 15 പേരുടെ ഒരു പാർട്ട്ണർഷിപ്പിലാണ് ഈ തിയേറ്റർ ഇവിടെ ആദ്യമായി തുടങ്ങിയത്. അന്ന് വൈദ്യുതി ഒന്നും ഇല്ല. ഈ ആർമിയിലുള്ള ജനറേറ്റർ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ തിയേറ്റർ ആദ്യമായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയത്. അത് SLNT എന്നുള്ള ഒരു തിയേറ്ററാണ് ആദ്യമായിട്ട് വന്നത്. ഈ 47 ശ്രീ ലക്ഷ്മി നാരായണ ടാക്കീസ് വന്നാണ് ഇപ്പൊ അങ്ങനെ വന്നത്. 15 പേര് പാർട്ട്നേഴ്സ് ആയത് കാരണം കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് അതിൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ചെറിയ കശപിശ വന്നപ്പോൾ അതിൽ ഒരു പാർട്ട്ണർ ആ തിയേറ്ററിനെ മറ്റുള്ളവരിൽ നിന്നല്ല എഴുതി വാങ്ങിച്ചു. അയാൾ പത്മനാഭ ടാക്കീസ് പറഞ്ഞിട്ടാണ് പിന്നീട് അത് തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞ ശേഷമാണ് എൻ്റെ അച്ഛൻ ശ്രീ ചന്ദ്രശേഖരൻ മന്നാടിയാർ 1966 ഈ തിയേറ്റർ വാങ്ങിയിട്ട് അതിനുശേഷം എൻ്റെ അമ്മയുടെ പേരിലായിരുന്നു ലൈസൻസ് എല്ലാം. ജി തങ്കം എന്നുള്ളതാണ് എൻ്റെ അമ്മയുടെ പേര്. അവരുടെ പേരിലാണ് പഞ്ചായത്ത് ലൈസൻസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. ഈ 47 കാലഘട്ടത്തിൽ തന്നെ കൊല്ലങ്കോട് പോലൊരു ചെറിയ സ്ഥലത്ത് ഇതുപോലെ ഒരു വലിയ ബിൽഡിങ്ങിൽ ഏകദേശം 1000-ഓളം ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു തിയേറ്റർ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു എന്താ പറഞ്ഞ ഒരു അവിശ്വസനീയമായ ഒരു കാര്യമാണ്. അപ്പൊ ഈ 66 മുതലുള്ള സാറിന്റെ ഈ ഒരു തിയേറ്ററിലെ ഓർമ്മകൾ, പണ്ട് ഇങ്ങനെയായിരുന്നു തിയേറ്റർ, പിന്നെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയത്, ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞു. അന്ന് തുടങ്ങുന്ന സമയത്തൊക്കെ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പ്രൊജക്ടറാണ് അന്നത്തെ ഒരു, അതായത് 4000 അടിയുടെ സ്കൂളൊക്കെ ആയിരുന്നു അന്നത്തെ. അതായത് ഒരു 4 പാർട്ടൊക്കെ ആയിട്ട് കാണിക്കുക. തറ എന്ന് പറയും, മണലിലൊക്കെ ഇരുന്നിട്ട് സിനിമ കാണുക അറിയില്ലേ, അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നു. പിന്നെ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, ബെഞ്ച്, ബാക്ക് ബെഞ്ച്, അങ്ങനെയുള്ള കുറേ കൂടി നമ്മുടെ അന്നത്തെ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 പേരെയൊക്കെ കൊള്ളാൻ പറ്റുന്ന ഒരു വലിയ തിയേറ്റർ ആയിരുന്നു അന്ന്. കാരണം അന്നൊക്കെ 10 പൈസ അല്ലെങ്കിൽ 15 പൈസ ആ ഒരു റേറ്റൊക്കെ ആയിരുന്നു ടിക്കറ്റ് നിരക്ക്. അത് കഴിഞ്ഞ് പതുക്കെ അച്ഛൻ പിന്നെ തിയേറ്ററിൻ്റെ ഓരോ റിനോവേഷന് വേണ്ടിയിട്ട് പിന്നെ 1976 ഡബിൾ പ്രൊജക്ടറായിട്ട് വീണ്ടും തിയേറ്റർ, അന്ന് പിന്നെ സീലിംഗ് ഒക്കെ ചാക്കായിരുന്നു, അത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആക്കിയിട്ട്
അന്ന് കുറച്ച് സീറ്റിങ്ങളൊക്കെ മാറ്റി. പിന്നെ അന്ന് ഈ മണലൊക്കെ എടുത്ത് കളഞ്ഞ് പിന്നെ ബെഞ്ച്, ബാക്ക് ബെഞ്ച്, പിന്നെ അച്ഛൻ 1993 അച്ഛൻ മരണപ്പെട്ടത്. അതിനുശേഷമാണ് ഞാൻ എൻ്റെ കൈവശം ഈ തിയേറ്ററിൻ്റെ മാനേജ്മെൻറ്റ് വന്നത്. അതിനുശേഷമാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ മനസ്സിലൊരു തിയേറ്റർ നമ്മുടെ അവിടുത്തെ ജനങ്ങൾക്ക്, കൊല്ലങ്കോട് പഞ്ചായത്ത് ഏരിയ ആണെങ്കിലും ഇവിടെയുള്ള ജനങ്ങളും AC തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഉദിക്കുകയും അന്ന് ഞാൻ വോൾട്ടാസ് കമ്പനിക്കാരുടെ ഒരു വാട്ടർ കൂൾഡ് ആയിട്ടുള്ള ഒരു 30 ടണ്ണിൻ്റെ ACക്ക് ഒരു പ്രോജക്റ്റ് കൊടുത്തു. ഞാനത് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അതേ സമയത്ത് തന്നെയാണ് നിലവിലുള്ള എക്സിസ്റ്റിംഗ് തിയേറ്റർ പറഞ്ഞപ്പോൾ എൻ്റെ ഈ വലിയ തിയേറ്റർ ഏകദേശം 110 അടി നീളവും 55 അടി വീതിയാണ്. അപ്പോൾ അതിനെ രണ്ടാക്കിയിട്ട് ഒരു ചെറിയ തിയേറ്ററും ഒരു വലിയ തിയേറ്ററും ആക്കാം എന്നുള്ള ഒരു ആശയം വന്നു. അത് ആദ്യമായിട്ട് ആ പണി ചെയ്തു. അത് കഴിഞ്ഞിട്ട് AC തിയേറ്റർ ആക്കിയിട്ട് 2000 ഈ തങ്കരാജ് എന്നുള്ളൊരു വലിയ തിയേറ്റർ ഞാൻ AC തിയേറ്റർ ആക്കിയിട്ട് തുടങ്ങി. ചെറിയ തിയേറ്ററിൻ്റെ വർക്ക് നമ്മളപ്പോൾ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ ശേഷം പിന്നെ 2008 ഞാൻ ചെറിയ തിയേറ്ററിൻ്റെ പണി പൂർത്തിയാക്കിയിട്ട് തങ്കം തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ പേരിൽ ഞാനത് തുടങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴേക്ക് എൻ്റെ അമ്മയും അച്ഛനും എല്ലാം മരണപ്പെട്ട് കഴിഞ്ഞു. പിന്നെ പൂർണ്ണമായിട്ട് ഞാൻ തന്നെയാണ് ഈ തിയേറ്റർ നടത്തിക്കൊണ്ട് പോകുന്നത്. കൊല്ലങ്കോട് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ തിയേറ്റർ, ഇപ്പോൾ അതിന് പുറമെ ഗായത്രി എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ട്. പിന്നെ അപ്പുറത്ത് ഒരു ഓപ്പോസിഷൻ ക്യാമ്പ് എന്ന് പറയുന്നത് ഗൗരി എന്നുള്ളതാണ്, ഗായത്രി തിയേറ്റർ. അവരിപ്പോൾ അവരിപ്പോൾ ഈ ബിസിനസ് ഉപേക്ഷിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മളെന്തുകൊണ്ടറിയില്ല, നമ്മളെ ഈ ഒരു സിനിമാ മേഖലയിൽ അതൊരു എന്താ പറയുക, അത് തീവ്രമായിട്ട് നമ്മളെ ബ്ലഡിൽ ലയിച്ച് ചേർന്ന കാരണം കൊണ്ട് നമ്മൾ ഇന്നും എന്തും കഷ്ടം സഹിച്ചാലും നമ്മൾ കുറച്ച് പേർക്ക് ഇന്ന് തൊഴിൽ കൊടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതേപോലെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഇല്ലെങ്കിലും ഈ സ്ഥാപനം നിലനിന്ന് പോകണം എന്നുള്ളൊരു തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം എനിക്കുമുണ്ട്, എൻ്റെ ഫാമിലിയിലെ എൻ്റെ മക്കൾക്കും. അതേപോലെ തന്നെ തിയേറ്റർ അതേപോലെ തന്നെ ഇനിയിപ്പോൾ അതിനൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കാനോ വേറെ വല്ലതോ ഒക്കെ വേണമെങ്കിൽ വിചാരിച്ചേ സാധിക്കുമായിരുന്നു. 1947 അതേ സ്ട്രക്ചർ തന്നെയാണ് നമ്മൾ ഇപ്പോഴും. കാരണം കാണുമ്പോൾ യാതൊരുവിധ മാറ്റങ്ങളും സ്ട്രക്ചറിൽ വരുത്തിയിട്ടില്ല. പക്ഷേ അത് എന്താ പറയുക, അതിൻ്റെ ആ ഒരു തനിമ, ആ ഒരു പൈതൃകം നിലനിർത്തട്ടെ എന്ന് തന്നെയാണ്. അതിനെ ഒന്നും മാറ്റം വരുത്താതെ പഴയ രീതിയിൽ തന്നെ ഇന്നത്തെ ആ പൈതൃകം നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുള്ളത് തന്നെയാണ് വീട്ടിലുള്ളവരെയും ഒക്കെ ആഗ്രഹം. അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മളിപ്പോൾ അത് നടത്തിക്കൊണ്ട് പോകുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം, അതായത് 1947 SLNT എന്ന പേരിൽ തുടങ്ങിയ ഒരു തിയേറ്റർ, പിന്നീട് അത് പത്മനാഭ തിയേറ്റർ ആയിട്ട് മാറി. അതിനുശേഷം 1966 തങ്കരാജ് തിയേറ്റർ എന്ന പേരിൽ സാറിന്റെ ഫാദറിന്റെ ഉടമസ്ഥതയിൽ തിയേറ്റർ ഏറ്റെടുത്തു. അതിനുശേഷം ഈ തിയേറ്റർ 2 സ്ക്രീനായിട്ട് മാറി. ഇന്നും തിയേറ്ററിന്റെ ആ ഒരു പഴമയുടെ ആ ഒരു തനിമ നിലനിർത്തുന്നതിനൊപ്പം കാലഘട്ടം ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ നടത്തി, അതായത് AC ആക്കി, 2K ആക്കി, സീറ്റുകൾ മാറ്റി, അങ്ങനെ ധാരാളം മാറ്റങ്ങൾ നടത്തി ഇന്നും ആ ഒരു ആധുനികതയോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു തിയേറ്റർ. നമുക്ക് ശരിക്കും ആ ഒരു പഴമയുടെ തനിമയും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെതായ എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ കൊല്ലങ്കോടിന്റെ സ്വന്തം തങ്കരാജ് തങ്കം സിനിമാസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തിയേറ്റർ ബാൽക്കണിയുടെ ഒരു മൊമെന്റോ കൂടി ശ്രീ രാമാനുജൻ സാറിന് കൈമാറുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ആശംസകൾ ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും. ഓക്കെ, ദൈവാനുഗ്രഹം. ഈ ഫീൽഡിൽ ഞങ്ങൾക്ക് നല്ല ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഹായ്, എൻ്റെ പേര് വിഘ്നേഷ്. ഞാൻ പണ്ടുപോലെ ധാരാളം സിനിമകൾ കണ്ടിട്ടുണ്ട്. തങ്കരാജ് തിയേറ്ററാണ് കൂടുതൽ സിനിമകൾ കണ്ടിട്ടുള്ളത്. ചെറുപ്പം മുതലേ വരാറുള്ള തിയേറ്ററാണ്. പിന്നെ ഇതുപോലത്തെ ബെഞ്ചുകളായിരുന്നു ആദ്യം. ധാരാളം തമിഴ് സിനിമകൾ ഇവിടെ കാണാൻ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ടിക്കറ്റ് കിട്ടാൻ ഇതുപോലത്തെ ബെഞ്ചുകൾ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നത്. നേരത്തെ സിംഗിൾ സ്ക്രീൻ ആയിരുന്നു, ഇപ്പോൾ വർക്കൊക്കെ ചെയ്ത് 2 സ്ക്രീൻ ആക്കിയിട്ടുണ്ട്. സീറ്റിംഗ് കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് ചെയ്ത ശേഷം നല്ല സീറ്റിംഗ് ആണ്. സൗണ്ട് ക്ലാരിറ്റി, പിക്ചർ ക്ലാരിറ്റി ഒക്കെ അടിപൊളിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഫാമിലി ആയിട്ടൊക്കെ വരാറുണ്ട്. കൊല്ലംകോട്ടുകാർക്ക് എന്തുകൊണ്ടും പ്രിയപ്പെട്ട തിയേറ്ററാണ് തങ്കവും തങ്കരാജും. എൻ്റെ പേര് ശ്രീകുമാർ. ഞാൻ 35 വർഷമായി കൊല്ലംകോട് തങ്കരാജ് തിയേറ്ററിൽ ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്യുന്നു. അന്ന് എൻ്റെ ഒരു ഗുരുവായിട്ട് നിന്നത് സുന്ദരൻ എന്ന് പറഞ്ഞ ഓപ്പറേറ്ററായിരുന്നു എൻ്റെ ഗുരു. അന്ന് ഫിലിം നമ്മൾ പടം ഷിഫ്റ്റ് ചെയ്തിട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ഇന്നിതിപ്പോൾ ഒരു 10 വർഷമായി ഡിജിറ്റലിൽ ക്യൂബ് ഇതിലായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നത്തെ കഷ്ടമൊന്നും ഇന്നൊക്കെ ഇല്ല. അന്ന്
വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. സന്തോഷം മറ്റൊന്നുമല്ല, എന്നെ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, ഗീഗോ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഞാനും നമ്മുടെ പ്രശോഭും നിതിനും ഞങ്ങൾ 3 പേരും കൂടി ഈ ഒരു തിയേറ്റർ ബാൽക്കണി എന്ന സംരംഭവുമായിട്ട് ഓടി കഷ്ടപ്പെട്ടതിന് യൂട്യൂബിൽ നിന്ന് ചെറിയൊരു അംഗീകാരം ലഭിച്ച ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി ആ ഒരു വിശേഷം നിങ്ങളോട് പറയാൻ വേണ്ടി തിരഞ്ഞെടുത്ത തിയേറ്റർ ആകട്ടെ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ 10 ഗ്രാമങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ കൊല്ലങ്കോടിൻ്റെ സ്വന്തം തങ്കരാജ് തിയേറ്റർ കോംപ്ലക്സ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.